ഹായ് അസ്സാം വലൈക്കും. ഇന്നത്തേതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് അതായത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും പൊന്നാനി കൾച്ചർ, പൊന്നാനിയിലെ കല്യാണങ്ങൾ, പൊന്നാനിയിലെ പലഹാരങ്ങൾ, അതായത് ഫുഡ്, പിന്നെ പൊന്നാനിയിലെ പഴയ തറവാട് വീടുകൾ ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പലപ്പോഴായിട്ട് കാണിക്കലുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നലുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയാൻ. അപ്പോൾ പൊന്നാനി പഴയ തറവാട് വീടുകളൊക്കെ കാണിക്കുമ്പോൾ എപ്പോഴും എൻ്റെ കമൻസിലൂടെ ഞാൻ ശ്രദ്ധിക്കലുണ്ട് നിങ്ങൾക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ പഴയ തറവാട് വീടുകളോടുള്ളൊരു ഇഷ്ടം കൊണ്ട് എടുത്തിട്ടുള്ളൊരു വീടാണ്. അത് ഇൻസ്പയർ ആയിട്ട് എടുത്തിട്ടുള്ള വീടാണിത്. റൌഫ് കാക്കാൻ്റെയും ജസ്നൻ്റെയും വീടാണ്. എൻ്റെ ബ്രദർ അലിഫ് കാക്കയും അവരുടെ ടീമുമാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ബ്രിക്ക് ആൻഡ് സ്റ്റോൺ ആണ് അവരുടെ ഫേം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വെറൈറ്റി വീട് കാണാം. നല്ലൊരു ട്രഡീഷണൽ ലുക്കിൽ വരുന്ന കുറച്ചൊരു മോഡേൺ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു വീടാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ഹോം ടൂർ ആയിക്കോട്ടെ. ഓക്കെ, ഒരു ട്രഡീഷണൽ ലുക്കിൽ നല്ല അടിപൊളി ആംബിയൻസോട് കൂടിയിട്ടാണ് കേട്ടോ ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയ വീട് എടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കണ്ടാലോ? വാ. ഓക്കെ, അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു ലുക്ക്. നമുക്കിതാ പുറത്തുനിന്ന് തന്നെ തുടങ്ങാം. സിംഗിൾ ഫ്ലോറിലാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതാ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. വീടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെടികളൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഇതാ ചെറിയ ചെറിയ മരത്തിൽ പേരക്കയും സപ്പോട്ടയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. ഫുള്ളായിട്ട് ഇതാ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. ഇതാണ് സിറ്റ് ഔട്ട്. ചെറിയൊരു പോർഷനാണ്. ഇവിടുത്തെ ഈ ഒരു വാളും പിന്നെ റൂഫും ലൈറ്റും ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു പഴമയുടെ ഒരു ലുക്ക് ഉണ്ട്. പിന്നെ ഇതാ ഫ്ലോർ നോക്ക്, ഫുള്ളിങ്ങനെ കളർഫുള്ളായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വാള് ഇതെന്താ ചെങ്കല്ലാണ് കേട്ടോ, നല്ല പോളിഷ് ചെയ്തിട്ടുള്ള ചെങ്കല്ല്. കംപ്ലീറ്റ് വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട്. വുഡൻ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് വേറൊരു കാര്യം കാണിച്ചതാ, മുല്ലപ്പൂ എന്നാണ് ഇവരുടെ വീട്ടിൻ്റെ പേര്. ഇവർക്ക് മുല്ലപ്പൂവിനോടുള്ളൊരു ഇഷ്ടം. പിന്നെ ഇവരുടെ മോളുടെ പേര് ഫെല്ല എന്നാണ്. ഫെല്ലൻ്റെ മീനിങ് എന്ന് പറയുന്നത് അറേബ്യൻ ജാസ്മിൻ ആണ്. അപ്പോൾ എല്ലാം കൂടിയിട്ടാണ് ഇവർ മുല്ലപ്പൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരിട്ടിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ. ഇവിടുത്തെ ഓരോ എലമെൻറ്റ്സും നോക്ക്, മൊത്തത്തിലൊരു എസ്തെറ്റിക് ലുക്കാണ് കേട്ടോ. സോഫ, കുഷൻസ്, പിന്നെ ഫേണിച്ചർ, ഈ ഒരു ടേബിള്, പിന്നെ നമ്മളെ പണ്ടത്തെ സ്റ്റൈലിലുള്ള ഫേണിച്ചറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ കേർട്ടൻസ് ആണെങ്കിലും, പിന്നെ നമ്മളെ ഹൗസ് ഓണർ മെർച്ചൻ്റ് നേവി ഓഫീസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ എലമെൻറ്റ്സ് ഷോപ്പീസൊക്കെ ഇവിടെ ഓരോ ഭാഗത്തും ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് ഇതാ നമ്മൾ നേരെ
ഇങ്ങനെ ഒരു പാസേജ് കാണാം കേട്ടോ, ഒരു ലോങ് പാസേജ് ആണ്. എന്നിട്ട് അവിടുന്ന് 2 സൈഡിലേക്കും ബെഡ്റൂംസ് ആണ്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഇത് ഗസ്റ്റ് ബെഡ്റൂം ആണ് കേട്ടോ. ഇതിലിതാ 2 സിംഗിൾ കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ കോട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നമ്മളെ പണ്ടത്തെ ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട്. കർട്ടൻസും പിന്നെ ഷോ പീസും എല്ലാം അതും മാച്ചിങ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഇതാ കബോർഡ് ഉണ്ട്. കബോർഡും ഒരു പണ്ടത്തെ ടൈപ്പിലുള്ളതാണ്. ഇവിടെ ഒരു കെയിൻ വർക്കൊക്കെ കൊടുത്തിട്ടാണ്. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇതാ നേരെ നിങ്ങൾക്ക് ചെറിയൊരു റൂം കാണാം, ഒരു ഡ്രസ്സിങ് ഏരിയ എന്നൊക്കെ പറയാം. ഇവിടെ ഇതാ ഒരു ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ള ഒരു ഹാങ്ങർ ഉണ്ട്, പിന്നെ ബ്രഷ് ഹോൾഡർ ഉണ്ട്, നമ്മളെ ബാത്ത് ടവലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലവർക്ക് ഇതൊന്നും ബാത്റൂമിൽ വെക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞി സ്പേസ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇവിടെ ഇതാ ഒരു ബാത്റൂം കാണും. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടുത്തെ കട്ടിൽ നോക്ക്, നമ്മളെ കില്ലൊക്കെ ഇടാൻ പറ്റിയ പണ്ടത്തെ ടൈപ്പിലുള്ള കട്ടിലാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരു ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട്, അതിന് താഴെയായിട്ട് ഷെൽഫുണ്ട്. ഓക്കെ, പിന്നെ കബോർഡ് ഇതാ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ, അതിനേക്കാളും കുറച്ചും കൂടി വലിയ കബോർഡ്. ഫർണിച്ചർ എല്ലാതും മഹാഗണി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ കെയിൻ വർക്കും ഉണ്ട്. എല്ലാതും ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ 2 ബെഡ്റൂംസ് ഉണ്ട്. ഇനി ഇതാ ഇവിടെ ഒരു ക്യൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ, പാഷ്യോ. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. ഡോർ കൊടുത്തത് കണ്ടില്ലേ, ഒരു ഹാഫ് ഡോർ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല കാം പ്ലേസ് ഇട്ടാ. സൈഡിലൊക്കെ ചെടികളൊക്കെ കൊടുത്ത് നല്ലൊരു ചാരിക്കസേര ഉണ്ട്. പിന്നെ അപ്പുറത്തതാ ഒരു ബെഞ്ചുണ്ട്. പിന്നെ പുറത്ത് ലോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ചെടികളും ഉണ്ട്. ഇവിടുത്തെ ഫ്ലോർസ് ആണ് കേട്ടോ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിറ്റിങ്ങിൽ, കോർട്ട്യാർഡിൽ, പിന്നെ പാസേജിലും റൂംസിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ, പല പല പ്രിൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതാ നല്ല ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. കോർട്ട്യാർഡിൽ നിന്നുള്ള വെളിച്ചവും പിന്നെ ഇവിടുന്നും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടുന്ന് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് കം സിറ്റിംഗ് ഏരിയയിലേക്കാണ്. ഇത് അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് കേട്ടോ. ഈ ഫർണിച്ചറൊക്കെ ചെയ്തിട്ടുള്ളത് ആഷ് വുഡിലാണ്. ഇവിടുത്തെ ഓരോ ഫർണിച്ചറും ഇവരെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ, ഈ ഒരു വീട്ടിലേക്ക് മാച്ച് ആവുന്ന രീതിയിൽ.
ദേ ഈ ഒരു സൈഡിലായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്. എല്ലാ ബെഡ്റൂമും ഏകദേശം സെയിം പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫർണിച്ചർ ആയാലും ദാ മഹാഗണി വെച്ചിട്ടാണ് കെയിൻ വർക്കും ഒക്കെ ഇവിടെ കട്ടിലും പിന്നെ സൈഡ് ടേബിളിലും കബോർഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോകുന്നതിനിടയിൽ ഇതാ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റൌഫ് കാക്ക മെർച്ചൻ്റ് നേവി ഓഫീസറാണെന്നുള്ളത്. അപ്പോൾ പല കൺട്രീസിൽ പോയിട്ട് അവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ള സോവനീഴ്സാണ് കേട്ടോ ഇതൊക്കെ. കണ്ടില്ലേ, ഡിഫറെൻറ്റ് കൺട്രീസിലെ സംഭവങ്ങളുണ്ട്. ഇത് ഈജിപ്താണ്. ഇതാ ഇതും ഈജിപ്ത് തന്നെ. പിന്നെ ഫ്രം മലേഷ്യ, ദുബായ്. ഇതെവിടെയാണ്? അങ്ങനെ ഇതാ നമ്മളെ 4ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇത്. ഈ 2 ബെഡ്റൂമില്ലേ ലാസ്റ്റ് കാണിച്ച 2 ബെഡ്റൂം നല്ല പ്രൈവസി ഉള്ള റൂമാണ്. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് ഇതാ ഉള്ളിലേക്കായിട്ടാണ് ഈ 2 ബെഡ്റൂമും വന്നിട്ടുള്ളത്. സെയിം ആയിട്ട് തന്നെയാണ് കബോർഡും ബെഡും എല്ലാതും കൊടുത്തിട്ടുള്ളത്. ഇവിടെ 4 ബെഡ്റൂംസിലുള്ളൊരു സംഭവമാണ് ഇങ്ങനെ ഒരു ഏരിയ. അതായത് ഒരു ഡ്രസ്സിങ് ഏരിയ, ഒരു മിററും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. മെയിനായിട്ട് ഇവിടെ ഇതാ ഇങ്ങനെ ബാത്ത് ടവലും പിന്നെ ബ്രഷ് ഹോൾഡറൊക്കെയാണ് കേട്ടോ ഉള്ളത്. ചെറിയൊരു സ്പേസാണ്. പിന്നെ ഇവിടെ ഇതാ ബാത്റൂമുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇനി ഇതാ നമ്മൾ നേരെ ഫേവറേറ്റ് പാർട്ട് കിച്ചണിലേക്കാണ് പോണത്. വാ, കട്ട് ചെയ്തോട്ടാ. അത്യാവശ്യം സ്പേഷ്യസ് ആയ കിച്ചണാണ്. ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെ സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇതാ നല്ല നീറ്റായിട്ട് തന്നെ ഓരോന്നും ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിച്ചൺ ഫ്ലോറും ദാ ഇതുപോലെ ഇങ്ങനെ കളർഫുള്ളായിട്ട് പ്രിൻറ്റഡ് ടൈൽസ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ചെയേഴ്സൊക്കെ നമ്മൾ നേരത്തെ സിറ്റിംഗ് ഏരിയയിൽ കണ്ട പോലെ ആഷ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കെയിൻ വർക്കും. ഇവിടുത്തെ ഓരോ ക്രോക്കറി ഐറ്റംസിനും ഒരു ട്രഡീഷണൽ ടച്ച് ഉണ്ട് കേട്ടോ. പണ്ടത്തെ കുറേ ക്രോക്കറി ഐറ്റംസ് ഇവിടെ ഉണ്ട്. വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ നേരെ വർക്ക് ഏരിയയിലേക്ക്. ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇതാ പുറത്തേക്കുള്ളൊരു ഡോറാണ്. ഇതിങ്ങനെ ഹാഫ് ഡോർ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കണ്ടോ അത്. പിന്നെ ഇതാ പുറത്തേക്കുള്ള സ്പേസ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വീട്ടുകാർ റൌഫ് കാക്ക, ജസ്ന, എൻ്റെ കസിനും കൂടിയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ട്രഡീഷണൽ
ഈ ഒരു ടൈപ്പ് വീട് എടുക്കാനുള്ള കാരണം എന്താ? രണ്ടുപേരെ ഇഷ്ടമാണോ അതോ? ഞങ്ങള് രണ്ടുപേരെയും ഇഷ്ടമായിരുന്നു ഒരു ട്രഡീഷണൽ വീട് ആവണം എന്നുള്ളത്. കാരണം ഞങ്ങൾ താമസിച്ചിരുന്നതും ഞങ്ങൾ അടുത്തുള്ള വീടുകളൊക്കെ ട്രഡീഷണൽ വീട് ഉണ്ടായിരുന്നു. പിന്നെ അത് വേറൊരു കൺസെപ്റ്റിൽ വന്നത് വെച്ചാൽ ഞങ്ങൾ അത് സിംഗിൾ ഫ്ലോറും കൂടി ആവണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ബിൽഡർ പോയി കാണുന്നതും അതിനുശേഷം പിന്നെ ഞങ്ങൾ റിക്വയർമെൻറ്റ്സ് പറയുകയും ചെയ്തുള്ളൂ. സിംഗിൾ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും മക്കളും വീട്ടുകാരും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഉണ്ട് വീട്ടിൽ. കുട്ടികളാണെങ്കിലും തന്നെ റൂമുകളിൽ പോയി ഇരിക്കുന്നൊരു സാഹചര്യം ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഇവിടുത്തെ ടൈലും അതുപോലെ ഫർണിച്ചേഴ്സുമാണ്. അപ്പോൾ ഫർണിച്ചേഴ്സ് ഞങ്ങളെ ഇഷ്ടപ്രകാരം ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യിക്കുകയാണ് ചെയ്തത്. അതുപോലെ ടൈലാണെങ്കിലും തന്നെ ഞങ്ങളെ ഇഷ്ടപ്രകാരം തന്നെ എടുക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ബിൽഡേഴ്സ് തരികയും ചെയ്തു. അത് കാരണം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നതിൽ ഞങ്ങളെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പറയാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ആൻറ്റിക് കളക്ഷൻസ് വിത്തിൻ 2 years ആ 2 കൊല്ലത്തിനിടയിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ട് മേടിച്ചത്. പല സ്ഥലങ്ങളും പോയിട്ട് ഞങ്ങൾ മേടിച്ചതായിരുന്നു. അതും കൂടി ഭയങ്കര ഒരു സന്തോഷം തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ. ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ലോങ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പുതിയതായിട്ട് വീഡിയോ എടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.